പുലരിയിൽ അയ്യനെ കാണാൻ ഭക്തരുടെ നീണ്ട നിര. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ശബരിമലയിലേക്കുള്ള തീർത്ഥാടന വാഹനങ്ങൾ കടന്നു പോകുന്ന മൂവാറ്റുപുഴ നഗരത്തിലും വൻ ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടിരുന്നു. വൃശ്ചിക പുലരിയിൽ ശബരിമലയിൽ അയ്യനെ കൺകുളിർക്കി കാണാൻ ഭക്തരുടെ നീണ്ട നിര. പുലർച്ചെ 3-ന് മേൽശാന്തി ഇ.ഡി. പ്രസാദ് നമ്പൂതിരിയാണ് നട തുറന്നത്. ഇന്ന് മുതൽ ദിനംപ്രതി 90,000 ഭക്തർക്ക് ദർശനം നടത്താം. നട തുറന്ന് 2 മണിക്കൂറിനുള്ളിൽ നിലയ്ക്കലെ പാർക്കിംഗ് ഗ്രൗണ്ടുകൾ നിറഞ്ഞു. സന്നിധാനത്ത് ഇപ്പോഴും തിരക്ക് തുടരുകയാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാറിന്റെ നേതൃത്വത്തിൽ രാത്രി വൈകി അവലോകന യോഗം ചേരും. വരും ദിവസങ്ങളിലേക്കുള്ള വെർച്വൽ ക്യൂ ബുക്കിംഗ് പൂർത്തിയായിട്ടുണ്ട്. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് തുടക്കം കുറിച്ച് തന്ത്രിമാരായ കണ്ഠര് മഹേഷ് മോഹനയുടെ മേൽശാന്തി എസ് അരുൺകുമാർ നമ്പൂതിരി ക്ഷേത്ര ശ്രീകോവിൽ നട തുറന്ന് വിളക്ക് തെളിയിച്ചു. ശേഷം ഉപദേവതാ ക്ഷേത്ര നടകളും തുറന്നു. മാളികപ്പുറം മേൽശാന്തി ടി വാസുദേവൻ നമ്പൂതിരി മാളികപ്പുറത്ത് നട തുറന്നു. ശബരിമലയിലെ പുതിയ മേൽശാന്തിയായി ഇ.ഡി. പ്രസാദ് നമ്പൂതിരിയും മാളികപ്പുറം മേൽശാന്തി എം.ജി. മനു നമ്പൂതിരിയും ചുമതല ഏറ്റെടുത്തു. ഇരുമുടിക്കെട്ടുമായി 18-ാം പടി കയറി വന്ന ഇരുവരെയും സ്ഥാനമൊഴിഞ്ഞ മേൽശാന്തി എസ് അരുൺകുമാർ നമ്പൂതിരി 18-ാം പടിക്ക് മുകളിൽ വെച്ച് കൈപിടിച്ച് കയറ്റി ശ്രീകോവിലിന് മുന്നിലേക്ക് ആനയിച്ചു. തുടർന്ന് ഇ.ഡി. പ്രസാദ് നമ്പൂതിരി തന്ത്രി കണ്ഠര് മഹേഷ് മോഹനര് അയ്യപ്പന് മുന്നിൽ വെച്ച് കലശാഭിഷേകം നടത്തി മേൽശാന്തിയെ അവരോധിക്കുകയും അദ്ദേഹത്തെ ശ്രീകോവിലിനുള്ളിലേക്ക് കൈപിടിച്ച് കയറ്റുകയും ചെയ്തു. നട അടച്ച ശേഷം അയ്യപ്പന്റെ മൂലമന്ത്രം മേൽശാന്തിയുടെ കർണങ്ങളിലേക്ക് തന്ത്രി പകർന്നു നൽകി. തുടർന്ന് മാളികപ്പുറം ക്ഷേത്ര ശ്രീകോവിലിന് മുന്നിൽ കലശാഭിഷേകം നടത്തി എം.ജി. മനു നമ്പൂതിരിയെ മാളികപ്പുറം മേൽശാന്തിയെ അവരോധിച്ചു. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ശബരിമലയിലേക്കുള്ള തീർത്ഥാടന വാഹനങ്ങൾ കടന്നു പോകുന്ന മൂവാറ്റുപുഴ നഗരത്തിലും വരും ദിവസങ്ങളിൽ ഗതാഗത കുരുക്ക് കൂടുതൽ രൂക്ഷമാകും. പഴയ പാലം ടാർ ചെയ്തിട്ടുണ്ടെങ്കിലും കച്ചേരിത്താഴം ഭാഗത്തുള്ള റോഡിലെ ടാറിംഗ് ജോലികൾ ആരംഭിച്ചിട്ടില്ല. നഗരത്തിലേക്ക് എത്തുന്ന വാഹനങ്ങളുടെ എണ്ണം വലിയ തോതിൽ വർദ്ധിച്ചതും അനധികൃത പാർക്കിംഗും ഗതാഗത കുരുക്കിന് കാരണമാകുന്നുണ്ട്. ലൈഫ് മലയാളം, മൂവാറ്റുപുഴ.